ഹലോ എവരി വൺ. ഇന്നത്തെ നമ്മുടെ വെബിനാർ ടോപ്പിക് ഹൗ ക്രാക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ എല്ലാ വർഷവും ഇതിന്റെ മുൻ വർഷങ്ങളിൽ കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസ് എന്ന് പറയുന്നത് എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ അതിന്റെ ബേസിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു. ബേസിക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ തുടങ്ങിയ ടോപ്പിക്കുകളായിരുന്നു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രാവശ്യം മുതൽ കേരള PSC എന്ത് ചെയ്തു? സിലബസിൽ വളരെയധികം ഒരു ചേഞ്ചസ് വരുത്തി. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മാത്സ്, എഞ്ചിനീയറിംഗ് മാത്സ് 40 മാർക്സിന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ചേഞ്ച് ചെയ്തതിനെ കൊണ്ട് എല്ലാവരുടെയും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം മുൻ വർഷങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു സമയം ആർക്കും എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. സോ ഈ ഒരു ഗെയിമിൽ, ഈ ഒരു പ്ലേയിൽ നമ്മളെല്ലാവരും എന്താണ്, സെയിം ആണ്. അതായത് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. ആരാണോ ഇതിൽ കൂടുതൽ ഈ വരുന്ന 2 മന്തിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ നല്ല റാങ്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോ എക്സാംസും അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് അറിയേണ്ട വസ്തുതകളാണ്, അല്ലേ? അതായത് നമുക്കൊരു സിലബസ് കിട്ടി എന്നിട്ട് എവിടെയെങ്കിലും മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, എവിടെയെങ്കിലും പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കരുത്. കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലെന്തായാലും സ്കോർ ചെയ്യണം, എനിക്ക് ചെയ്തേ പറ്റൂ, മനസ്സിലല്ലേ? അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എൻ്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സജീർ, ARC ഫൗണ്ടേഷൻ, കേരളത്തിലെ നമ്പർ 1 ഗേറ്റ് കോച്ചിങ് സെന്ററായ ARC ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. 11 ഇയേഴ്സ് ആയിട്ട് മാത്സ് ഗേറ്റിന് എടുക്കുന്ന ഫാക്കൽറ്റിയും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം ARC ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ARC 2013 ഗേറ്റ് കോച്ചിങ് സെന്ററായിട്ട് കാലിക്കറ്റ് ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. ഇന്ന് 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ IIT-യിലും മെജോറിറ്റി മലയാളികൾ MTech അഡ്മിഷൻ എടുത്തതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ IIT-യിലേക്കും NIT-കളിലേക്കും എത്തിക്കുവാൻ ARCക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്കുകളും ചെയ്തിട്ടുണ്ട് ARCയുടെ സ്റ്റുഡൻസുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 2024 ഗേറ്റിൽ തന്നെ 140 സ്റ്റുഡൻസ് ഉള്ള സ്ട്രെങ്ത്തിൽ 31 IITs, 2 പേർക്ക് പബ്ലിക് സെക്ടർ കമ്പനിയിൽ IOCL-ലും NPCL-ലും ജോബ് ലഭിച്ചു. അതുപോലെ തന്നെ 72 സ്റ്റുഡൻസിന് NIT-ലും ജോലി ലഭിച്ചിട്ടുണ്ട്. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫ് എക്സാം ആണ്. അതായത് 100 സ്റ്റുഡൻസ് എഴുതി കഴിഞ്ഞാൽ മാക്സിമം 14 to 17, ഇതാണ് ഗേറ്റിന്റെ ഒരു ക്വാളിഫൈങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ആ സ്ഥലത്താണ് ARC-യിൽ 90% സ്റ്റുഡൻസിനും നല്ല ഗേറ്റ് ക്വാളിഫൈ ചെയ്യുകയും അതുപോലെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളിലും അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനികളിലെ ജോബുകളും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ തന്നെ ഒരുപാട് കുട്ടികൾ ഇന്ന് ARC ചൂസ് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ARC-യിൽ വന്നാൽ അവർക്ക് ലഭിക്കുമെന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പാസ്റ്റ് 10 ഇയേഴ്സിൽ 500 മുകളിലുള്ള സ്റ്റുഡൻസ് IIT-യിൽ പഠിച്ചിട്ടുണ്ട്. 1500 സ്റ്റുഡൻസോളം NIT-യിലും 52 സ്റ്റുഡൻസിന് പബ്ലിക് സെക്ടർ കമ്പനികളിലും ജോബ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയി നടന്ന എക്സാമിൽ 3rd റാങ്ക് അസിസ്റ്റന്റ് പ്രൊഫസറിൽ 4th ഞങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയി നടന്ന ഈ എക്സാമുകളിൽ 2, 3, 4, 5, 7, 8, 9, 11 ഈ റാങ്കുകളിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോച്ചിങ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു LSCD-യിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം വന്ന ഈ എക്സാമുകൾ 2022 നടന്ന എക്സാമുകൾ മുതലാണ് ഞങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 30 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ സന്തോഷത്തോടു കൂടി പറയട്ടെ 28 പേർക്ക് ജോലി കിട്ടി. അതിൽ ലാസ്റ്റ് ജോലി കിട്ടാതെ നിന്ന ഒരാളായിരുന്നു കിരൺ എന്ന് പറയുന്നത്. ഇവനും ഇപ്പോൾ ജോലി ലഭിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് 28 ആളുകൾക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 ആളുകൾക്ക്
ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്, അവർക്കും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കോച്ചിങ് എന്ന് പറയുന്നത് അത് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. കാരണം ഓരോ എക്സാമിന്റെയും അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ എക്സാമിനും അതിനെങ്ങനെ ക്രാക്ക് ചെയ്യണം, അതിന് നമ്മുടെ സ്റ്റഡി എങ്ങനെ ആയിരിക്കണം, അതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയുമ്പോഴാണ് ഇതുപോലുള്ള നല്ല റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെന്ററുകൾ ഉണ്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഒരുപാട് സെന്ററുകളുണ്ട്. എല്ലാവരും ഹൈപ്പുകളാണ് എന്ത് ചെയ്യാറുള്ളത്, ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ നിങ്ങൾ ഏത് ഏറ്റവും നല്ല പരസ്യം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിങ്ങൾ റാങ്ക് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ വിജയിച്ചവരെ മാത്രമേ കാണുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ പരാജയപ്പെട്ടവർ എന്ന് പറയുന്നത് ഒരു 80% ആളുകൾ പരാജയപ്പെട്ടവരായിരിക്കും. പക്ഷെ എല്ലാവരും ഉയർത്തി കാണിക്കുന്നതും ഞങ്ങളാണെങ്കിലും ഉയർത്തി കാണിക്കുന്നതും എന്താണ്, വിജയിച്ചവരാണ്. പക്ഷെ ARC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുന്ന ആളുകൾ, പരാജയപ്പെടുന്ന ആളുകൾ വളരെ കുറവും, വിജയിക്കുന്ന ആളുകൾ എന്താണ്, വളരെ കൂടുതലുമാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു സ്ഥാപനം ചൂസ് ചെയ്യുന്ന സമയത്തും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി നടത്തി അവർ നല്ല എക്സ്പെർട്ട് ആണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതിന്റെ സിലബസ് വരുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, 40 മാർക്കിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. ഇതാണ് റാങ്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ല, മാത്സ് ആണ് റാങ്ക് മേക്കിംഗ്, മനസ്സിലല്ല, റാങ്കിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. കാരണം ഇതിൽ വേറെ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ കെമിസ്ട്രി എല്ലാം ഒരുവിധം ഓൾമോസ്റ്റ് ഒരു 90% തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ്. അതായത് ഏതൊരാൾക്ക് വായിച്ചാലും മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തിയറി ടൈപ്പിലായതുകൊണ്ടും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് റീഡ് ചെയ്ത ആളുകൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് കെമിസ്ട്രിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സ് ആണെങ്കിലും ഒരുപാടും അതിലെന്താണ് തിയറിയാണ്, എന്നാലും കുറച്ച് പ്രോബ്ലമാറ്റിക് ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് എന്താണ് ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് സ്വയം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. പക്ഷെ മാത്സ് എന്ന് പറയുന്നത് അതുപോലല്ല. മാത്സിൽ പ്രോബ്ലമാറ്റിക് ഉള്ളതിനെ കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ആയതുകൊണ്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എത്രമാത്രം സ്പീഡിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് മാത്സിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 4-5 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ കുറെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. പക്ഷെ അതിലല്ല കാര്യം. ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസിന് അതിന് എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അതായത് സമയത്തിന് അവിടെ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. തിയറി ക്വസ്റ്റ്യൻസിന് അത് അത്രമാത്രം വരില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറി ഒന്നെങ്കിൽ നമുക്ക് അറിയാം, അല്ലെ, ഒന്നെങ്കിൽ അറിയാണെങ്കിൽ അത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു, തെറ്റാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് മാർക്ക്. അത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഡിസിഷൻ നമുക്ക് ഒരു 30 സെക്കൻഡിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതുള്ളൂ. പക്ഷെ മറ്റേത് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്, സമയം കൂടുതലായിട്ട് പോകുമ്പോൾ അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രോബ്ലംസ് ചെയ്യുക എന്ന് മാത്രമല്ല, അതിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഘടകം എന്ന് പറയുന്നതും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലീനിയർ ആൾജിബ്ര ആണെങ്കിലും കാൽക്കുലസ് വരുന്നു. 8 മാർക്കിനാണ് ലീനിയർ ആൾജിബ്ര വരുന്നത്. അതുപോലെ കാൽക്കുലസ്, അതുപോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സ്, അല്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് സമയങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാത്തതിനെ കൊണ്ടും ഇങ്ങനൊരു സിലബസിൽ എക്സാം നടക്കാത്തതിനെ കൊണ്ട് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. മനസ്സിലായി? പക്ഷെ നിങ്ങൾ ഗേറ്റ് കോച്ചിങ് ചെയ്യുന്നതിനെ കൊണ്ട്
നമുക്കറിയാം ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ എക്സാമിന് 3 ടൈപ്പിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നെങ്ങനെ ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഒന്ന് ഒരു ആവറേജ് ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ എബോവ് ആവറേജ് ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ട് ചോദിക്കാം. ഇപ്പൊ ചില സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് പഠിച്ചു പോകുന്നതെങ്കിൽ സിമ്പിളായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവും. കാരണം അത് അവരെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം അത് സിമ്പിൾ ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ സിമ്പിൾ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ രക്ഷപ്പെട്ടു പോകാം. അത് നിങ്ങളുടെ ലക്ക് എന്ന് പറയാം. നേരെ മറിച്ച് ഒരു ആവറേജും എബവ് ആവറേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസുകൾ കണ്ടെത്തുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. വെരി ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വെറൈറ്റി ഓഫ് ടഫ്നെസ് ക്വസ്റ്റ്യൻസുകളെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്വസ്റ്റ്യൻസിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എക്സാംസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാന്നുള്ളത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പഠിക്കുന്നത് ഈ സിമ്പിൾ മോഡലിലായിരിക്കും. കാരണം എല്ലാ കോച്ചിങ് സെന്ററിലും ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ അതിൽ ആ രീതിയിൽ പഠിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, പെട്ടുപോകും. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് എക്സാംസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫായിരുന്നു. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടാണ് അവർക്ക് ടഫായത്? അവർ നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിനെ കണ്ട് പരിചയമില്ലാത്തതിനെ കൊണ്ടാണ് അത് അവർക്ക് ടഫാകുന്നത്. നേരെ നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിനെ കണ്ട് പ്രാക്ടീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്തായില്ല, ടഫായിട്ട് മാറുന്നില്ല. അപ്പൊ ടഫുകൾ നമുക്ക് ആകുന്നത് നമ്മളുടെ പോരായ്മനെ കൊണ്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങനെയുള്ള നല്ല ക്വസ്റ്റ്യൻസുകളെ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതിന്റെ പോരായ്മനെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ എക്സാംസുകളും സിമ്പിൾ ആകുന്നതും ടഫ് ആകുന്നതും ഒക്കെ ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നല്ല സാലറി പാക്കേജിൽ നല്ല പോസ്റ്റാണ് വരുന്നത്. അതായത് നമ്മളിപ്പം നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, എയ്ഡഡ് കോളേജുകളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും, ഇപ്പോൾ +2 സ്കൂളിലാണെങ്കിലും മറ്റേ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആണെങ്കിൽ മിനിമം 70 ലാക്ക് ഒക്കെ ആണെന്ന് ചോദിക്കുന്നത്. ചില +2 ആണെങ്കിൽ 15 എബോവ് ലാക്കുകൾ. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആണെങ്കിൽ 70 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത്രയും മൂല്യമുള്ള ഒരു എക്സാംസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, ആരും ഈ കോച്ചിങ്ങിന് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരുപാട് എമൗണ്ടുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൂർ പോകാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ഈ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷനാണ്. കാരണം എഡ്യൂക്കേഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പണം ഉണ്ടാക്കി തരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്, അതുപോലെ നിങ്ങളുടെ നല്ല ടൈം എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വിജയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തേടി വരുന്നത്. അതുകൊണ്ട് നല്ല എക്സ്പെർട്ടായ ആളുകളിൽ നിന്നും നല്ല കോച്ചിങ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് 2 months ആണ്, അല്ലേ? അപ്പൊ ഈ 2 months ഒരു ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്, ഈ ഇത്രയും 70 ലക്ഷമൊക്കെ കൈക്കൂലി കൊടുത്താൽ കിട്ടാവുന്ന ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലഭിക്കാം. അപ്പൊ അതിന് കുറച്ച് എമൗണ്ട്, ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, 2 മാസം ഹോസ്റ്റലിൽ നിൽക്കുകയും ഫീ അടിക്കുന്നൊക്കെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി മാസത്തെ സാലറി അല്ലെങ്കിൽ മാക്സിമം 1 month സാലറിയെ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ IIT-യിൽ ബിടെക്കിന് എത്തുന്നത് എവിടുന്നാണ്? ഹൈദരാബാദിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഏത് IIT എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. കാരണം അവർ 7ാം ക്ലാസ്സിൽ നിന്ന് തന്നെ IIT ഫൗണ്ടേഷൻ കോച്ചിങ് തുടങ്ങുകയാണ്. ഓരോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും 8ാം ക്ലാസ്സിലെത്തുമ്പോൾ IIT ഫൗണ്ടേഷനിൽ 8ൽ അവർ വന്ന് 1 lakh ആണ്, 9th 1 lakh ആണ്, 10ൽ 1 lakh ആണ്. ഫിഡ്ജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് കൊച്ചിയിൽ. +1 +2 അവർ ചോദിക്കുന്നത് 6 ലക്ഷമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പുറത്തുള്ള സ്റ്റേറ്റിലൊക്കെ ആ പാരന്റ്സ് ഒക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, 6, 3, 9 ലക്ഷം, ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. പിന്നെ IIT-യിൽ നിന്ന് ഓരോ പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ ഓരോരുത്തർക്ക് 50 ലക്ഷം, 1 CR-നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ്ഡ് ആയി പോകുന്നത്. മനസ്സിലല്ലേ? ഒരു 3-4 മാസത്തെ സാലറി മതി ഇത് എന്ത് ചെയ്യാൻ, കവർ ചെയ്തെടുക്കാൻ. അപ്പൊ അവരൊക്കെ ചിന്തിക്കുന്നത്
ആ ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് നിങ്ങളും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല സക്സസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ IRCയിൽ ഗേറ്റ് കോച്ചിങ്ങിലൊക്കെ എല്ലാ ക്ലാസ്സസ് എടുക്കുന്നത് അവരുടെ കോർ സബ്ജക്റ്റുകൾ ക്ലാസ് എടുക്കുന്നതൊക്കെ നോർത്ത് ഇന്ത്യ ഫാക്കൽറ്റീസ് ആണ്, ഇല്ലല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്ന അത്രയും കാലിബറുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും IITസുകളൊക്കെ എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ ക്ലാസ് കിട്ടിയതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് എന്ത് ചെയ്തത് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഗേറ്റ് ഒക്കെ ചെയ്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം സ്കില്ലാണ് മാർക്കായിട്ട് മാറുന്നത്. എങ്ങനെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്? സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് വരും, സ്പീഡ് വരും, മെമ്മറി പവർ വരും, ഗ്രാസ്പിംഗ് പവർ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ല ലെവലിലാകുന്ന ഒരാൾക്കാണ് എക്സാംസിൽ നല്ല മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്കോർ ചെയ്യുന്നത്. അത് ബൈ പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ലീനിയർ ആൾജിബ്രയിലൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ബൈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലൊക്കെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പൊ ഏത് ക്വസ്റ്റ്യൻസും വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്തുണ്ട് നമ്മുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് എക്സാം ഈസി ആയി വന്നു കഴിഞ്ഞാലും ആവറേജിൽ വന്നു കഴിഞ്ഞാലും എബവ് ആവറേജ് ആയാലും ടഫായി കഴിഞ്ഞാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്താൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ഞങ്ങളുടെ പഠനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേൺ കറക്റ്റ് അറിയണം, അതിന്റെ സിലബസ് അറിയണം, ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് കറക്റ്റ് അറിയണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഈ IOക്ക് പ്രീവിയസ് ഇയർ ഇല്ലെങ്കിലും ഈ സിലബസ് ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല റാങ്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണെന്ന് അറിയണം, വീക്ക്നെസ് ഏരിയ ഏതാണെന്ന് അറിയണം. അതിൽ നിങ്ങൾ കൂടുതൽ ടൈം എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ വീക്ക് ഏരിയാസ് എവിടെയാണ്, പ്രോബ്ലം ചെയ്യുന്നതിലാണെങ്കിൽ വീക്ക് ഏരിയ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വേണം, മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കുക എന്നല്ലാതെ കൺസിസ്റ്റന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഗുലർ പ്രാക്ടീസ് വേണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നല്ല എക്സാമുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 2 മാസമൊക്കെ ലീവ് ഒക്കെ എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൽ വിജയിക്കാനുള്ള സാധ്യതകൾ എന്തായിട്ട് മാറും, വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മാത്സ് കംപ്ലീറ്റ് എടുക്കുന്നത് ഞാൻ തന്നെയാണ് മാത്സ് കംപ്ലീറ്റ് എടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഗേറ്റിൽ വരുന്ന സിലബസുകളാണ്. എല്ലാം നമ്മുടെ ഗേറ്റിൽ വരുന്ന സിലബസ് തന്നെയാണ് ഇതിൽ കംപ്ലീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഒരുവിധ തിയറി ആയാലും പ്രോബ്ലമാറ്റിക് ആയാലും നമുക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കാനും ആ മാർക്ക് നേടിയെടുക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. ബാക്കി വരുന്ന നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഒക്കെ നമുക്ക് എടുക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കോച്ചിങ്ങിന്റെ സമയത്തൊക്കെ കെമിസ്ട്രി എടുത്തതാണ്. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ ഗേറ്റ് എഴുതി വെറുതെ അവർക്ക് ബേസിക് കുറച്ച് ക്ലാസ്സസ് കൊടുത്തിട്ടുള്ളൂ. 3rd 5 റാങ്ക്, ഒരു വേറൊരു കോച്ചിങ് ഒന്നും ചെയ്യാതെ തന്നെ ഒറ്റയടിക്കാണ് എന്ത് ചെയ്ത് 3, 5, 8 റാങ്ക് ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഒക്കെ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് കെമിസ്ട്രി ഒക്കെ എടുക്കുന്നത്. അതുപോലെ ഫിസിക്സും ആർട്സ് കോളേജിലൊക്കെ എടുക്കുന്ന പ്രൈവറ്റ് ഇതിലൊക്കെ എടുക്കുന്ന ആളുകളാണ്. അപ്പം ഈ ഒരു ഇതിൽ നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾ 2 മാസം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ക്രാക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓരോ പരസ്യം കണ്ടിട്ട് എന്ത് ചെയ്യരുത്, പോയിട്ട് ജോയിൻ ചെയ്ത് അതിൽ പെട്ടുപോകരുത്. കാരണം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, പണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പണം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം ക്ലാസ്സുകൾ December 10 ശേഷം എന്ത് ചെയ്യാണ്, ആരംഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ ഓഫീസ് നമ്പറൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. 9745688886 നിങ്ങൾക്ക് എനി ടൈം എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ റെഗുലർ ബാച്ച് ആണ് നമ്മൾ ആദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതുപോലെ റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി 5 or 6 ഡേയ്സ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ കംപ്ലീറ്റ് പ്രാക്ടീസ് വർക്കുകളായിരിക്കും. ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യാം. അതിൽ പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കും. പിന്നെ മോക്ക് എക്സാമുകളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ട്രെയിനിങ് ചെയ്യുമ്പോഴും അതിൻ്റെ മാസ്റ്റേഴ്സ് ആയ ആളുകളുടെ അടുത്ത് നിന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഈ വെബിനാർ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.